ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 12 സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഓൾറെഡി ഞാൻ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ പഴയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് അത് ചാപ്റ്റർ നമ്പർ 14 ആയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബാർ ഗ്രാഫിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ബാർ ഗ്രാഫ് എന്താണ് എന്ന് നമ്മൾ 7th-ലും 8th-ലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. എ ഫാമിലി വിത്ത് എ മന്ത്ലി ഇൻകം ഓഫ് 20,000 ഹാഡ് പ്ലാൻഡ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചേഴ്സ് പെർ മന്ത് അണ്ടർ വേരിയസ് ഹെഡ്സ്. ഇപ്പോൾ ഒരു ഫാമിലിയുടെ മന്ത്ലി ഇൻകം 20,000 റുപ്പീസ് ആണ്. അപ്പോൾ ഓരോ മാസം അവർക്കുള്ള എക്സ്പെൻഡിച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവിടെ ബാർ ഗ്രാഫും വരച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയ ഗ്രോസറി 4, അപ്പോൾ എക്സ്പെൻഡിച്ചർ ഇൻ 1000 റുപ്പീസിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രോസറിയുടെ ഇവിടെ 4 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് റുപ്പീസിൽ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 1000-ലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 × 1000 is equal to നമുക്ക് 4000 എന്ന് എടുക്കാം. ഇപ്പോൾ ഗ്രോസറിക്ക് ഇവിടെ 4000 റുപ്പീസ് ആണ്. അടുത്തത് റെന്റ് 5 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 5 × 1000 5000 നമുക്ക് എടുക്കാം. എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ 5 ആണ്. ഇപ്പോൾ 1000 റുപ്പീസിലായതുകൊണ്ട് 5 × 1000 5000. മെഡിസിൻ 2 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ റുപ്പീസിലാകുമ്പോൾ 2000. ഫ്യൂവൽ 2000. എന്റർടൈൻമെന്റ് 1000. മിസലേനിയസ് 1000. ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇവിടെ ബാർ ഗ്രാഫും വരച്ചിട്ടുണ്ട്. അപ്പോൾ ബാർ ഗ്രാഫ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. എ ബാർ ഗ്രാഫ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ ഇതൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബാറുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ബാർ ഗ്രാഫുകൾ വരയ്ക്കുമ്പോൾ നമ്മൾ ബാറുകളുടെ വിഡ്ത്ത് എപ്പോഴും സെയിം ആയിട്ടാണ് എടുക്കുക. ഇവിടെ എല്ലാ ഗ്രാഫുകളുടെയും ബാറിന്റെ വിഡ്ത്ത് എന്താണ്? സെയിം ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടോ? അതേപോലെ ബാറുകൾ തമ്മിലുള്ള ഗ്യാപ്പും ഈക്വൽ ലെങ്തിലുള്ളതായിരിക്കും. അപ്പോൾ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ബാർ ഗ്രാഫിന്റെ എക്സ് ആക്സിസ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസിനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഈ എക്സ് ആക്സിസിലാണ് നമ്മൾ ഇവിടെ ഹെഡ്സ് അല്ലെങ്കിൽ വേരിയബിൾ എടുത്തിട്ടുള്ളത്. ഇനി വൈ ആക്സിസിൽ വി റെപ്രസെന്റ് ദി എക്സ്പെൻഡിച്ചർ ഓൺ ദി വെർട്ടിക്കൽ ആക്സിസിനെ നമ്മൾ വൈ ആക്സിസ് എന്ന് പറയും. വൈ ആക്സിസിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 5000 റുപ്പീസ് ആണ്. 5 ആണ് അല്ലേ? അപ്പോൾ 5 കൂടെ 1000 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5000 കിട്ടും. അപ്പോൾ ഈ ഒരു ഗ്രാഫിലെ നമ്മുടെ മാക്സിമം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 5000 ആണ്. ഇവിടെ ഓരോ യൂണിറ്റ് ആണ് അല്ലെ? ഗ്രാഫിൽ നമുക്കറിയാം, നമുക്ക് ഓരോ സ്ക്വയർ ആയിട്ടുള്ള ഓരോ കോളം ഉണ്ട്. ആ കോളം ഇങ്ങനെ ഓരോന്നും ഓരോ യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ ഓരോ യൂണിറ്റും 1000 റുപ്പീസ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രാഫിന്റെ സ്കെയിൽ നിങ്ങൾ എഴുതണം. സ്കെയിൽ ഇവിടെ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു ₹1000. അപ്പോൾ വൈ ആക്സിസിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോഗ്രാം നമ്മൾ വരയ്ക്കുന്നത് കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ 8th പഠിച്ചിട്ടുള്ളതാണ്. ക്ലാസ് ഇന്റർവെൽസ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നോക്കിയാൽ 30.5 to 35.5, 35.5 to 40.5 ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ക്ലാസ് ഇന്റർവെൽസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിനെ നമ്മൾ ക്ലാസ് ഇന്റർവെൽസ് എന്ന് വിളിക്കും. ഈ 30.5 to 35.5 ഇതിലെ 30.5നെ നമ്മൾ ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് വിളിക്കും. ലോവർ ക്ലാസ് ലിമിറ്റ്. ഇതിലെ 35.5നെ നമ്മൾ അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് വിളിക്കും. അപ്പർ ക്ലാസ് ലിമിറ്റ്. ഇനി ഈ
ക്ലാസ് ഇന്റർവെലിന്റെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് ലിമിറ്റ് മൈനസ് ലോവർ ക്ലാസ് ലിമിറ്റ് ആണ്. അതായത് 35.5 നിന്ന് 30.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതായിരിക്കും ഈ ക്ലാസ് ഇന്റർവെലിന്റെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇവിടെ 35.5 നിന്ന് 30.5 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 5 കിട്ടും. അപ്പൊ ഈ ക്ലാസ് ഇന്റർവെലിന്റെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഇവിടെ നോക്കിയാൽ 30.5 to 35.5 അടുത്ത ക്ലാസ് ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 35.5 എൻഡ് ചെയ്യുന്നത് 40.5 അപ്പൊ അടുത്തതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഏതിൽ എൻഡ് ചെയ്തോ അത് വെച്ചിട്ടാണ് ഇവിടെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ? അപ്പൊ ഇങ്ങനെ വരുന്ന ക്ലാസ് ഇന്റർവെൽസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽസ് വേണം. അപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് ഇന്റർവെല്ലില് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ 30.5 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? നമ്മുടെ ഗ്രാഫ് ഇവിടെയാണ് നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 0 തൊട്ടല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഒരു ബ്രോക്കൺ ലൈൻ നമ്മൾ ഇവിടെ ഇടും. അപ്പോൾ 0 തൊട്ടല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ബ്രേക്ക് കൊടുക്കണം. ഈ എക്സ് ആക്സിസിൽ ഇവിടെ ഒരു ബ്രേക്ക് കൊടുക്കണം. ഇനി 0 തൊട്ടാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ഇവിടുത്തെ ബാറുകൾ തമ്മിൽ എന്ത് വരുന്നില്ല? ഗ്യാപ്പ് വരുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ക്ലാസ് ഇന്റർവെൽസ് കണ്ടിന്യൂസ് ആണ്. അതായത് 30.5 to 35.5 ഇവിടെ എൻഡ് ചെയ്തു. അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് 35.5 നിന്നാണ്. അത് 40.5 എൻഡ് ചെയ്യും. എന്നിട്ട് അത് 40.5 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ബാറുകൾ തമ്മിൽ എന്ത് വരുന്നില്ല? ഗ്യാപ്പ് വരുന്നില്ല. ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ വരയ്ക്കുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ബാറുകൾ റെക്ടാങ്കിളിന്റെ ഷേപ്പിലാണ് അല്ലെ? ബാർ ഗ്രാഫിലും റെക്ടാങ്കിളിന്റെ ഷേപ്പിലാണ്, ഇതിലും റെക്ടാങ്കിളിന്റെ ഷേപ്പിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. റെക്ടാങ്കിൾസിന്റെ ഏരിയ എപ്പോഴും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇവിടെ ഈ റെക്ടാങ്കിൾസിന്റെ എല്ലാം വിഡ്ത്ത് ഈക്വൽ ആണ്. എല്ലാ റെക്ടാങ്കിൾസിനും ഈക്വൽ വിഡ്ത്ത് ആണ്. അതുകൊണ്ട് ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ ആർ പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസീസ്. അതായത് ഇവിടെ ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതായി ഇവിടെ വരും അല്ലെ? അതായത് 9 വരും. ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്തിന് ഈക്വൽ ആണ്? ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി എത്രയാണ്? 9 തന്നെയാണ്. അപ്പൊ ഈ ബാറിന്റെ ലെങ്ത് 9 ആണ്. അതും ഈ ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? ദ ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ ആർ പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി. അടുത്ത ഇവിടെ നോക്കിയേ, ഈ ബാറിന്റെ ലെങ്ത് 6 ആണ്. കണ്ടോ? 35.5 to 40.5 ബാറിന്റെ ലെങ്ത് 6 ആണ്. അതിന്റെ ഫ്രീക്വൻസി എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അങ്ങനെ വരുന്നതിന്റെ കാരണം ഈ ബാറിന്റെ വിഡ്ത്ത് എല്ലാ ബാറിനും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ are proportional to the corresponding frequency. അപ്പോൾ ഈ ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ എടുത്താലും ഏരിയയും ഇതിന്റെ ഫ്രീക്വൻസിയും എപ്പോഴും എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ വിഡ്ത്ത് ഈക്വൽ ആണെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇനി അങ്ങനെ വരാത്ത കേസും നമുക്കുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എടുത്തിട്ട് അതും ഇതും കൂടി ഞാൻ രണ്ടെണ്ണവും ചെയ്ത് കാണിക്കാം. ഇതിന്റെ ഈ റെക്ടാങ്കിളിന്റെ ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് 9 ആണ്. ഇവിടെ ഇതിന്റെ വിഡ്ത്ത് എത്രയാണ്? 30.5 to 35.5. അപ്പൊ 5 വരും അല്ലെ? ഇവിടെ 5 വരും. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് L into B ആണ്. അപ്പൊ 9 into 5 45. ഇതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 9 ആണ്. ഫ്രീക്വൻസി 9 ആണ്. അപ്പൊ 45:9 അതെന്ത് വരും? 5:1 എന്ന് വരും അല്ലെ? 9 5s are 45. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 1 വരും. ഇനി അടുത്ത റെക്ടാങ്കിൾ എടുക്കുന്നു. ഇതിൻ്റെത് ലെങ്ത് 6 ആണ്, വിഡ്ത്ത് 5 ആണ്. അപ്പൊ 6 5s are 30. ഫ്രീക്വൻസി ഈസ് 6. ഇത് എന്ത് തന്നെ വരും? 6 5s are 30. അപ്പൊ 5:1 തന്നെ വരും. അടുത്തത് എടുത്താലും അങ്ങനെ തന്നെ വരും. 15 into 5 is 75. 75:15 എന്ന് വരും അല്ലെ?
ഇത് എന്ത് തന്നെ വരും? 5:1 തന്നെ വരും. കണ്ടോ, ഇവിടെ റേഷ്യോ എപ്പോഴും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് വരുന്നത്. അതേസമയം നമ്മുടെ ഈ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് ഡിഫറെന്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ റേഷ്യോ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ വേറൊരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്റർവെൽ തന്നിരിക്കുന്നത് 0 to 20. അപ്പൊ ഇവിടുത്തെ ക്ലാസിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. അടുത്തത് 20 to 30. അപ്പൊ 30 - 20 ചെയ്താൽ നമുക്ക് 10 ആണ്. 30 - 40 ഇവിടെ 10 ആണ്. 40 to 50 ഇവിടെ 10 ആണ്. 50 to 60 ഇവിടെ 10 ആണ്. 60 to 70 ഇവിടെ 10 ആണ്. ഇനി 70 above എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. നമുക്കിവിടെ ഗ്രാഫിൽ 100 ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ 100 - 70 ചെയ്താൽ ഇവിടെ 30 ആണ്. അപ്പൊ ഗ്രാഫുകളുടെ വിഡ്ത്ത് ഇവിടെ ഡിഫറെന്റ് ആണ്. ക്ലാസ് ഇന്റർവെലുകളുടെ ഗ്രാഫിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെലിന്റെ വിഡ്ത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റിൽ 20 വന്നു. കണ്ടോ, ഇവിടെ നമുക്ക് ഗ്രാഫിന്റെ വിഡ്ത്ത് നോക്കുമ്പോൾ ബാറുകളുടെ വിഡ്ത്ത് നോക്കുമ്പോൾ അറിയാം ഇവിടെ വിഡ്ത്ത് കൂടുതലാണ്. ബാക്കിയുള്ള ഇവിടെ വരെയുള്ളതിന് സെയിം വിഡ്ത്ത് ആണ്. ലാസ്റ്റ് ബാറിന് വന്നപ്പോൾ വീണ്ടും വിഡ്ത്ത് ഡിഫറെന്റ് ആണ്. ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രാഫിനകത്ത് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണൽ ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഈ ബാറുകളുടെ വിഡ്ത്ത് ഡിഫറെന്റ് ആണ്, ഈക്വൽ അല്ല. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതെന്താക്കണം? റെക്റ്റാങ്കിളിന്റെ ലെങ്ത് നമ്മൾ ഇവിടെ മോഡിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതെന്താവത്തുള്ളൂ? പ്രൊപ്പോർഷണൽ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ടാബുലാർ കോളം ഒന്ന് മാറ്റി വേറെ ഒരെണ്ണം നമുക്ക് വരയ്ക്കേണ്ടി വരും. നമുക്കിവിടെ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രമേ ഏരിയ ഓഫ് റെക്റ്റാങ്കിളും ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണൽ ആയിട്ട് വരത്തുള്ളൂ. ഏരിയ ഓഫ് റെക്റ്റാങ്കിളും ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണൽ ആയില്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം തെറ്റായിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനകത്ത് ഏരിയ ഓഫ് റെക്റ്റാങ്കിളും ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണൽ ആയിട്ട് തന്നെ വരണം. വിഡ്ത്ത് സെയിം അല്ലെങ്കിൽ ഒരിക്കലും അത് പ്രൊപ്പോർഷണൽ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് വിഡ്ത്ത് സെയിം അല്ല. നിങ്ങൾക്ക് ക്ലാസ് ഇന്റർവെല്ലിന്റെ വിഡ്ത്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്ലാസ് ഇന്റർവെല് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കുക. ഇവിടെ കണ്ടിന്യൂസ് ആണ്, പക്ഷെങ്കിൽ വിഡ്ത്ത് ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് വണ്ണിൻ്റെത് 20, ബാക്കിയെല്ലാം 10, ലാസ്റ്റ് വൺ 30. അപ്പോൾ വിഡ്ത്ത് ഡിഫറെന്റ് ആണ്. വിഡ്ത്ത് ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിന്റെ ബാറ് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് എന്ന് പറഞ്ഞു, അതിന്റെ ഏരിയയും ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണൽ ആയിരിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതണം. അതായത് റെക്റ്റാങ്കിളിന്റെ ലെങ്തും ഫ്രീക്വൻസിയും അതല്ലെങ്കിൽ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കിതിനെ എഴുതണം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് ഇന്റർവെലിന്റെ മിനിമം ക്ലാസ് സൈസ് എത്രയാണ് എന്ന് നോക്കും. അപ്പൊ മിനിമം ക്ലാസ് സൈസ് ഇതാ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലാസ് സൈസും ക്ലാസ് വിഡ്ത്തും സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ 20, ബാക്കിയെല്ലാം 10, 30. അപ്പോ ഇവിടുത്തെ മിനിമം എന്ന് പറയുന്നത് എപ്പോഴും 10 ആണ്. അപ്പോ നമ്മളിവിടെ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ചേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടി നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ലാസ്റ്റ് കോളം മാറ്റി എഴുതാം. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. നമ്മളിവിടെ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി തന്നെയാണ് കേട്ടോ. നമ്മളെപ്പോഴും ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ എടുക്കുന്നത് ഇതാ ഈ y ആക്സിസിൽ വരുന്ന മെഷർമെന്റ് ആണ്. ഈ y ആക്സിസിലെ മെഷർമെന്റ് ആണ് നമ്മൾ ഫ്രീക്വൻസി, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഫ്രീക്വൻസി. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് എപ്പോഴും നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. നമ്മൾ ഫ്രീക്വൻസി ആണ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നത്. നിങ്ങൾക്ക് അത് ഡൗട്ട് വരരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ ഈ y ആക്സിസിൽ എടുത്തിട്ടുള്ള മെഷർമെന്റ് തന്നെയാണ്. അത് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഫ്രീക്വൻസി ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതുന്നത്. അപ്പോൾ അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി ഓഫ് എ ക്ലാസ് ഈസ് ഈക്വൽ ടു, ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഞാൻ എഴുതുന്നത്. അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് ബൈ class size of the class into minimum class size. ഇതാണ് നമ്മുടെ പുതിയ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് ഡിവൈഡഡ് ബൈ ക്ലാസ് സൈസ് ഇൻറ്റു മിനിമം ക്ലാസ് സൈസ്. അതാണ്
നമ്മുടെ പുതിയ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി റെക്ടാംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പൊ ദാ ഇവിടെ നോക്കിയേ, ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ്, ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 7 ഡിവൈഡഡ് ബൈ ക്ലാസ് സൈസ്, അതായത് ക്ലാസ് സൈസ് നമ്മളിവിടെ 0 to 20 ആണ് ക്ലാസ് ഇന്റർവൽ. അപ്പൊ 20 മൈനസ് 0 ചെയ്താൽ നമുക്കിവിടെ വിഡ്ത്ത് ഓഫ് ദി ക്ലാസ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദി ക്ലാസ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു വിഡ്ത്ത് ഓഫ് ദി ക്ലാസും സൈസ് ഓഫ് ദി ക്ലാസും അല്ലെങ്കിൽ ക്ലാസ് സൈസും സെയിം തന്നെയാണ് കേട്ടോ, നമ്മൾ 7th പഠിച്ചിട്ടുള്ളതാണിത്. അപ്പൊ വിഡ്ത്ത് ഓഫ് ദി ക്ലാസ് ഇവിടെ 20 ആണ്. അപ്പൊ 7 ഫ്രീക്വൻസി ബൈ വിഡ്ത്ത് ഓഫ് ദി ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് സൈസ്, അപ്പോൾ 7/20 ഇൻറ്റു മിനിമം ക്ലാസ് സൈസ്. മിനിമം ക്ലാസ് സൈസ് നമ്മൾ എടുക്കുന്ന ഈ ഇതിനകത്തെ വിഡ്ത്തിന്റെ മിനിമം ഏറ്റവും ചെറുത് ഏതാണോ അതാണ്. അപ്പം ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു നമുക്ക് 3.5 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ലെങ്ത് ഓഫ് ദി റെക്ടാംഗിൾ 3.5 ആയി. നേരത്തെ എത്രയായിരുന്നു? 7 ആയിരുന്നു. അപ്പോൾ വിഡ്ത്ത് എല്ലാത്തിനും ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുകയാണ്. അപ്പൊ 3.5 ആയി. ബാക്കിയുള്ളതിനെല്ലാം വിഡ്ത്ത് സെയിം ആണ്. 10/10 ഇൻറ്റു 10, 10/10 ഇൻറ്റു 10, അതായത് ഫ്രീക്വൻസി ബൈ വിഡ്ത്ത് ഓഫ് ദി ക്ലാസ് ഇൻറ്റു മിനിമം ക്ലാസ് സൈസ്. ഇവിടെ ഫ്രീക്വൻസി ബൈ വിഡ്ത്ത് ഓഫ് ദി ക്ലാസ് ഇൻറ്റു മിനിമം ക്ലാസ് സൈസ്. ഇവിടെയും അത് തന്നെ വരും, വിഡ്ത്ത് ഓഫ് ഫ്രീക്വൻസി ബൈ വിഡ്ത്ത് ഓഫ് ദി ക്ലാസ് ഇൻറ്റു മിനിമം ക്ലാസ് സൈസ്. ഇവിടെ ഫ്രീക്വൻസി 8 ബൈ വിഡ്ത്ത് ഓഫ് ദി ക്ലാസ് 30 ഇൻറ്റു 10. അപ്പൊ ഇവിടെ നമ്മുടെ വിഡ്ത്ത് ഓഫ് ദി ക്ലാസ് ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് ഇത് മാത്രം എന്തായിട്ട് വന്നു? ഇവിടെ 8 എന്നുള്ളത് 2.67 ആയിട്ട് മാറി. ഫ്രീക്വൻസി ഫസ്റ്റ് വണ്ണിൻ്റെതും ലാസ്റ്റ് വണ്ണിൻ്റെതും ചേഞ്ച് ആയി, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ ഇത്രയും എണ്ണത്തിന്റെ ക്ലാസ് ഇന്റർവെലിന്റെ വിഡ്ത്ത് ഈക്വൽ ആണ്, ബാക്കി രണ്ടെണ്ണം ഡിഫറെന്റ് ആണ്. ഈ രണ്ടെണ്ണത്തിന്റെ വിഡ്ത്ത് ഡിഫറെന്റ് ആയിട്ട് വന്നതുകൊണ്ട് അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റെക്ടാംഗിളിന്റെ ലെങ്ത് ആണ്. മനസ്സിലായല്ലോ? ഈ വരുന്ന ലെങ്ത് ആണ്. ഇതും ഫ്രീക്വൻസിയും സെയിം ആണ്. ഇനി നമ്മൾ ഇപ്പൊ കിട്ടിയ ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. നമ്മുടെ ക്ലാസ് ഇന്റർവെല് ഇത് തന്നെയായിരിക്കും, അതായത് നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ഇത് തന്നെയായിരിക്കും. പക്ഷെ വൈ ആക്സിസിൽ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ദാ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ മെഷർമെന്റുകളായിരിക്കും നമ്മൾ നമ്മുടെ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാ നോക്കിയേ, ഫസ്റ്റ് 0 to 20. അപ്പൊ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എക്സ് ആക്സിസിൽ ബ്രേക്കിന്റെ ആവശ്യമില്ല. അപ്പൊ 0 to 20. 0 to 20 എത്രയാണ്? 3.5. അപ്പൊ അതാ 3.5 4ന്റെ തൊട്ട് താഴെ വരും. കണ്ടോ? നേരത്തെ എവിടെയായിരുന്നു? ഇവിടെ ആയിരുന്നു, 7ലായിരുന്നു. കണ്ടോ? ഇപ്പൊ നമ്മുടെ ഫ്രീക്വൻസി ചേഞ്ച് ആയി 3.5 ആയി. അതേപോലെ ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയാണ്. 10, 10, 20, 20, 15. ഇനി അടുത്തത് വന്നപ്പോ ഇവിടെ എത്രയായിരുന്നു? ഇവിടെ 8 ആയിരുന്നു. ഇവിടെ അതെന്തായി? 2.67 ആയി. കണ്ടോ? വിട്ട് മാറി. ഇനി നമ്മൾ ഇതിന്റെ ഏരിയ ഓഫ് റെക്ടാംഗിളും ഫ്രീക്വൻസിയും കൂടെ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എല്ലാത്തിന്റെ റേഷ്യോ നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും. മനസ്സിലായല്ലോ? നേരത്തെ ഞാൻ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇവിടെ ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു. ഏരിയ ഓഫ് റെക്ടാംഗിളും ഫ്രീക്വൻസിയും കൂടെ എടുക്കുമ്പോൾ സെയിം റേഷ്യോ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് 5:1 ആണ് കിട്ടിയത്. ഇവിടെ നമ്മൾ എടുത്ത് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതേപോലെ സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അതാ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ 2.67 ആണ്. ഫ്രീക്വൻസി എന്താണ്? 2.67 ആണ്. ഇവിടെ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ 10 ആണ്, ഇവിടെ 10 ആണ്. കണ്ടോ? ഇപ്പോ ലെങ്ത് ഓഫ് റെക്ടാംഗിളും ഫ്രീക്വൻസിയും കൂടെ എന്തായി? പ്രൊപ്പോർഷണൽ ആയി. അതേപോലെ ഏരിയ ഓഫ് റെക്ടാംഗിളും ഫ്രീക്വൻസിയും കൂടെ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസി പോളിഗൺ എന്താണെന്നുള്ളതാണ്. അപ്പൊ ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ വരയ്ക്കുന്നത് ഇതാ, ഞാനിവിടെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം നോക്കിയ, അതായത് നമ്മുടെ ഹിസ്റ്റോഗ്രാമില് നമ്മൾ ചെയ്ത ടേബിൾ 14.6ന്റെ ഗ്രാഫ് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ഫ്രീക്വൻസി പോളിഗൺ എന്താണ് എന്ന് കാണിക്കാൻ. അപ്പൊ ഈ ഫ്രീക്വൻസി പോളിഗൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരച്ചിട്ടുള്ള റെക്ടാംഗിൾസിന്റെ അപ്പർ സൈഡിന്റെ മിഡ് പോയിന്റ്, അതായത് ഇതാ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഫസ്റ്റ് ബാർ ഇതാണ് ഇതിന്റെ മിഡ് പോയിന്റ്.
ഇത് ബി എന്നെടുത്തിട്ടുണ്ട്. അടുത്തതിന്റെ മിഡ് പോയിന്റ് സി എന്നെടുത്തിട്ടുണ്ട്. അടുത്ത ബാറിന്റെ അപ്പർ സൈഡിന്റെ മിഡ് പോയിന്റ് ഡി, അടുത്തതിൻ്റെത് ഇ, അടുത്തതിൻ്റെത് എഫ്, അടുത്തതിൻ്റെത് ജി. അപ്പൊ ഈ മിഡ് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ജി വരെ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി ഈ ഫ്രീക്വൻസി പോളിഗൺ ഈ പോളിഗൺ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ക്ലാസ് ഇന്റർവെൽ ഇവിടെ 30.5 to 35.5 ഇങ്ങനെയാണ് അല്ലെ. ഇവിടെ നമ്മുടെ ഫ്രീക്വൻസി 9 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി 0 ആകാൻ വേണ്ടി നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു ഇവിടെ ഒരു ഫ്രീക്വൻസിയും കൂടെ ഉണ്ടെന്ന്. അതായത് നമ്മുടെ 30.5 to 35.5 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ 0 കിട്ടാൻ വേണ്ടി അടുത്ത ഒരു ക്ലാസ് ഇന്റർവെൽ, ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള ക്ലാസ് ഇന്റർവെൽ ദാറ്റ് ഈസ് 25.5 to 30.5 ഫ്രീക്വൻസി നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് ഒരു ഫ്രീക്വൻസിയും കൂടെ നമ്മൾ ഇവിടെ എടുക്കുന്നു. എന്നാൽ മാത്രമേ നമ്മുടെ പോളിഗൺ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ 0 ആണ് ഇവിടുത്തെ മിഡ് പോയിന്റ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ക്ലാസ് ഇന്റർവെലുകളുടെ അതായത് 25.5 30.5 ഈ ഒരു യൂണിറ്റിലുള്ള മിഡ് പോയിന്റ് ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ തന്നെ വരും. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് ഇവിടെ വരും. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്യുന്നു. ഇനി ലാസ്റ്റ് നമുക്ക് 55.5 to 60.5 ആണ്. ഇവിടെയും കൂടെ ഒരു ക്ലാസ് ഇന്റർവെൽ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് 60.5 to 65.5. അതും 0 ആയിട്ട് തന്നെ എടുക്കുന്നു. ഫ്രീക്വൻസി 0 ആയിട്ട് തന്നെ എടുക്കുന്നു. അപ്പോൾ അതിന്റെ മിഡ് പോയിന്റ് ഇവിടെ വരും. അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ എന്തായി? കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ വരയ്ക്കുന്നത്. ഇനി ഈ ഫ്രീക്വൻസി പോളിഗൺ ഇപ്പൊ നമ്മൾ ഹിസ്റ്റോഗ്രാമിലാണ് ഈ ഫ്രീക്വൻസി പോളിഗൺ വരച്ചത്. അപ്പൊ ഈ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നോക്കാം. അങ്ങനെ വരയ്ക്കണമെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് ഇന്റർവെൽസിന്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ ക്ലാസ് ഇന്റർവെൽ ഇട്ടുകൊണ്ട് നമുക്ക് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഈ ക്ലാസ് ഇന്റർവെല്ലുകളുടെ മിഡ് പോയിന്റ് ക്ലാസ് മാർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ഇവിടെ 140 to 150, 150 to 160 നമ്പർ ഓഫ് വീക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഹിസ്റ്റോഗ്രാം വരച്ചാലേ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പൊ ഈ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ നമുക്ക് എങ്ങനെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് ഇന്റർവെലിനെ നമ്മൾ ഇതിന്റെ മിഡ് പോയിന്റുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരു കോളം കൂടെ ഉണ്ടാക്കുന്നു. ക്ലാസ് മാർക്ക് എന്നും പറഞ്ഞ ഒരു കോളം കൂടെ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. Class mark is equal to upper limit plus lower limit by 2. upper ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ക്ലാസ് മാർക്ക് കിട്ടും. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇന്റർവെൽ എടുക്കുന്നു 140ഉം 150ഉം ആണ്. അപ്പൊ ഇതിലെ 140 to 150യുടെ 140 ലോവർ ക്ലാസ് ലിമിറ്റ് ആണ്. ഇത് അപ്പർ ക്ലാസ് ലിമിറ്റ് ആണ്. അപ്പോ ഇവിടെ എന്താണ് അപ്പർ ക്ലാസ് ലിമിറ്റ്? ദാറ്റ് ഈസ് 150 പ്ലസ് ലോവർ ക്ലാസ് ലിമിറ്റ് ഈസ് 140 by 2. അതായത് ഇത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതെന്ത് വരും? 200 290 290 by 2 is equal to 145 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ക്ലാസ് മാർക്ക് അത് അങ്ങനെ ചെയ്തിട്ട് ഒരു കോളം എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട് 145. അടുത്തത് 160 പ്ലസ് 150 by 2 ചെയ്യുമ്പോൾ 155 കിട്ടും. 170 പ്ലസ് 160 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 165 കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 175 കിട്ടും. അങ്ങനെ ചെയ്തെഴുതിയ ക്ലാസ് മാർക്കുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫ്രീക്വൻസി അതായത് നമ്പർ ഓഫ് വീക്ക് ഫ്രീക്വൻസി ആയിട്ട് എടുത്ത് അതും അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിങ്ങനെ ക്ലാസ് ഇന്റർവൽ അല്ലാതെ നമുക്ക് പോയിന്റ് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ഫ്രീക്വൻസി പോളിഗൺ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ തന്നെ വരയ്ക്കാം. അങ്ങനെ വരച്ച
ഫ്രീക്വൻസി പോളിഗൺ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഇവിടെ എക്സ് ആക്സിസിൽ എടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസി അതായത് നമ്പർ ഓഫ് വീക്സ് വൈ ആക്സിസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ എക്സ്ട്രാ ഒരു ക്ലാസ് ഇന്റർവെൽ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 140 to 150 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ എന്തായിരിക്കും 130 to 140 നമ്മൾ ആഡ് ചെയ്യണം. അതിന്റെ ഫ്രീക്വൻസി 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇതിന്റെ മിഡ് പോയിന്റ് എന്ത് വരും, 135. 135 0 എന്ന് വരും. ലാസ്റ്റ് ഇവിടെ 200 to 210 ഒരെണ്ണം വേണം, ഫ്രീക്വൻസി 0 ആയിരിക്കും. ഇതിന്റെ മിഡ് പോയിന്റ് 205 ആയിരിക്കും, അത് 0 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടെണ്ണം കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ 135 0 ആണ്. അപ്പൊ ഇവിടെ 0-യിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് 135. അപ്പൊ നമ്മുടെ എക്സ് ആക്സിസിലെ പോയിന്റുകൾ നമ്മൾ 0 കഴിഞ്ഞിട്ട് ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് എന്താണോ ഉള്ളത് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഇന്റർവെല് ക്ലാസ് ഇന്റർവെല് നിങ്ങൾ ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ 135, 145, 155, 165 അങ്ങനെ 205 വരെ നമുക്ക് വേണം. അപ്പോൾ 135 0 ആണ്, ഇവിടെ മാർക്ക് ചെയ്തു. അടുത്തത് 145 5 ആണ്. അപ്പോൾ 145 5ന്റെ നേരെ ഇവിടെ മാർക്ക് ചെയ്തു. അടുത്തത് 155 10 ആണ്. ഇതാണ് 155 10, ഇവിടെ മാർക്ക് ചെയ്തു. അടുത്തത് 165 20, ഇതാണ് 165 20, ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ ഗ്രാഫ് പേപ്പറിൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. ഇത് ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്ത 175 9, ഇവിടെ വരും കണ്ടോ. ഇങ്ങനെ ഓരോ പോയിന്റുകളും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് 205 നമ്മൾ ആഡ് ചെയ്ത 0. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഒരു ഫ്രീക്വൻസി പോളിഗൺ ഇവിടെ കിട്ടി. ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ക്ലാസ് ഇന്റർവെലുകളുടെ മിഡ് പോയിന്റ് ക്ലാസ് മാർക്കായിട്ട് ഒരു കോളം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസ് ആണുള്ളത്. ഈ ഒരു പോർഷൻ മാത്രമേ ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ എക്സസൈസ് കാണാവുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് എക്സസൈസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.